ഞാൻ ഡോക്ടർ അനീത അശോകൻ, കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സിസേറിയൻ സെക്ഷൻ എന്ന ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. എന്താണ് സിസേറിയൻ സെക്ഷൻ? 9 മാസം ഗർഭം പിന്നിട്ട് പ്രസവത്തീയതി അടുക്കുമ്പോൾ നോർമൽ ഡെലിവറി സാധ്യമല്ല എന്ന് കാണുമ്പോൾ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് അമ്മയുടെ വയറ് തുറന്ന് കുട്ടിയെ പുറത്തെടുക്കുന്ന സിസേറിയൻ സെക്ഷൻ, ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ സെക്ഷൻ എന്ന ശസ്ത്രക്രിയ. ആർക്കൊക്കെയാണ് സിസേറിയൻ വേണ്ടി വരിക എന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കും. ഏജ് വളരെ കുറവുള്ള അമ്മ, അതായത് 17-18 വയസ്സുള്ള അമ്മമാർക്ക് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. 40-നോടടുത്ത് പ്രായമുള്ള എൽഡേർലി മദേഴ്സിനും ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഒരു പക്ഷേ സിസേറിയൻ വേണ്ടി വന്നേക്കാം. പിന്നെ IVF പോലുള്ള ചികിത്സാവിധികൾക്ക് ശേഷം ഗർഭിണിയാവുന്നവർക്കും സിസേറിയനാണ് നമ്മൾ സാധാരണ ചെയ്യുക. യൂട്രസിൽ ഇതിന് മുൻപ് ശസ്ത്രക്രിയകൾ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫൈബ്രോയിഡ് റിമൂവൽ, മയോമെക്ടമി അല്ലെ മെട്രോപ്ലാസ്റ്റി, അതായത് ഗർഭപാത്രത്തിൻ്റെ വൈകല്യങ്ങൾ ശരിയാക്കാനുള്ള ശസ്ത്രക്രിയകൾ, മെട്രോപ്ലാസ്റ്റി, ഇങ്ങനത്തെ ശസ്ത്രക്രിയകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും സിസേറിയനാണ് അമ്മയ്ക്ക് നല്ലത്. 2-ൽ കൂടുതൽ സിസേറിയൻ സെക്ഷൻസ് കഴിഞ്ഞ് 3-ാമത്തെ ഗർഭവുമായി വരുന്ന അമ്മയ്ക്കും നേരിട്ട് സിസേറിയൻ തന്നെയാണ് ചെയ്യേണ്ടത്. പ്ലാസെൻറ്റ പ്രീവിയ, അതായത് മറുപിള്ള കുട്ടിക്ക് മുന്നേ ഗർഭപാത്രത്തിൻ്റെ താഴ്ഭാഗത്ത് കുട്ടി കിടക്കുന്ന അവസ്ഥ, പ്ലാസെൻറ്റ പ്രീവിയ ഉണ്ടെങ്കിലും സിസേറിയൻ സെക്ഷൻ വേണ്ടി വരും. കുട്ടിയുടെ വെയ്റ്റ് അധികം ആണ് എന്ന സ്കാനിൽ കണ്ടാൽ, 4 കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള കുട്ടികളാണെന്ന് മുൻകൂട്ടി അറിഞ്ഞാലും സിസേറിയനാണ് കുട്ടിക്ക് നല്ലത്. ഇല്ലെങ്കിൽ പ്രസവത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അവസാനത്തെ ചെക്കപ്പിൽ വയറ് പരിശോധിക്കുന്നതിനോടൊപ്പം ഉൾപരിശോധനയും നടത്തും. ആ സമയത്ത് കുട്ടി ഇറങ്ങി വരുന്ന പാതയിലുള്ള എല്ലിൻ കൂടിൻ്റെ വ്യാപ്തി കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാലും രോഗിക്ക് സിസേറിയൻ സെക്ഷൻ തന്നെ വേണ്ടിവരും എന്നത് ഉറപ്പാണ്. ഇതൊക്കെയാണ് എലക്റ്റീവ് സിസേറിയൻ സെക്ഷൻസിൻ്റെ ഇൻഡിക്കേഷൻ. ചിലപ്പോൾ 9 മാസം പൂർത്തിയാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അമ്മയ്ക്ക് സമയത്ത് പ്രസവ വേദന തുടങ്ങുകയോ നമ്മൾ മരുന്ന് നൽകി വേദന വരുത്തുകയോ ചെയ്യുന്ന അവസരത്തിലും നമ്മൾ മുൻകൂട്ടി പ്രതീക്ഷിക്കാണ്ട് സിസേറിയൻ വേണ്ടി വന്നേക്കാം. അതിനെ എമർജൻസി സിസേറിയൻ സെക്ഷൻ എന്നാണ് പറയുന്നത്. എപ്പോഴൊക്കെയാണ് എമർജൻസി സിസേറിയൻ സെക്ഷൻ ആവശ്യമായി വരിക? പ്രസവവേദന പുരോഗമിക്കുമ്പോൾ കുട്ടിയുടെ മിടിപ്പ്, ഹൃദയമിടിപ്പ് താളം തെറ്റുകയോ പെട്ടെന്ന് മിടിപ്പ് കുറയുകയോ ചെയ്യുന്ന ഒരവസ്ഥ, അതായത് ഫീറ്റൽ ഡിസ്ട്രസ്, ഇത് കണ്ടാൽ ഉടനെ തന്നെ സിസേറിയൻ ചെയ്യേണ്ടതാണ്. പിന്നെ കോഡ് പ്രൊലാപ്സ്, അതായത് പൊക്കിൾ കൊടി പെട്ടെന്ന് പുറത്തേക്ക് ചാടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുണ്ടെങ്കിലും എമർജൻസി സിസേറിയൻ വേണ്ടി വരാം. പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് മറുപിള്ള ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോകാം, അബ്രപ്ഷ്യോ പ്ലാസെൻ്റ, ഇങ്ങനെ ഉള്ളപ്പോഴും സിസേറിയനാണ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത്. ഇനി പ്രസവവേദന പുരോഗമിക്കുന്നുണ്ട്, നല്ല വേദന വരുന്നുണ്ട്, പക്ഷേ അതിനൊത്ത് ഉള്ള ഗർഭപാത്രത്തിൻ്റെ വികാസം നടക്കുന്നില്ല, കുട്ടി ഇറങ്ങി വരുന്നില്ല, കുട്ടിയുടെ തല ചെരിഞ്ഞാണോ ഇരിക്കുന്നത്, പിന്നെ വെയിറ്റ് മുൻകൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വെയിറ്റിനേക്കാളും ചിലപ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതൽ ഉണ്ടായേക്കാം കുട്ടിക്ക്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കുട്ടി ഇറങ്ങി വരാതെ ജാമായിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതായത് മുഴുവൻ ഡയലറ്റേഷൻ ആയിട്ടും കുട്ടി ഇറങ്ങി വരാതിരിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എമർജൻസി സിസേറിയൻ വേണ്ടി വന്നേക്കാം. ചെയ്തില്ലെങ്കിൽ അനാസ്ഥയെന്നും ചെയ്യുകയാണെങ്കിൽ അനാവശ്യമെന്നും പഴി കേൾക്കേണ്ട ഒരു സ്ഥിതിവിശേഷം, ഓരോ ശസ്ത്രക്രിയയാണ് LSCS എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയാറ്. നമസ്കാരം.